ആവേശപ്പോരാട്ടം നടക്കുന്ന പാലക്കാട് ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടർമാരുടെ നീണ്ട നിരയാണ് പോളിംഗ് ബൂത്തുകളിൽ. 184 ബൂത്തുകളിലും വോട്ടെടുപ്പ് തുടരുകയാണ്. ഇതുവരെ 13.71% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ അയ്യപുരം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇന്നത്തെ വോട്ട് ജില്ലയുടെ വികസനത്തിന് വേണ്ടിയെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. ആ പ്രതികരണം കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രതിനിധികളിലേക്ക് എത്താം. പാലക്കാട് ഞാൻ തുടക്കം മുതൽ പറഞ്ഞല്ലോ, വിവാദങ്ങൾക്ക് സ്ഥാനമില്ല. ഞങ്ങളിവിടെ ചർച്ച ചെയ്ത് മുഴുവൻ ഇവിടുത്തെ പാലക്കാട്ടത്തെ ജനങ്ങളുടെ വിഷയങ്ങളാണ്. നെൽകർഷകരുടെ വിഷയം, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങളാണ് ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്ത്. ആ വിഷയങ്ങളാണ് പാലക്കാട്ടുകാർ ഏറ്റെടുത്തിട്ടുള്ളത്. രണ്ട് മുന്നണികൾക്കും വിവാദങ്ങൾ മറന്ന് വികസനത്തിൻ്റെ പിന്നാലെ വരേണ്ടി വന്നു. ഞങ്ങൾ നിശ്ചയിച്ച, ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ അജണ്ടയാക്കി അവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരേണ്ടി വന്നു. ഇത്തവണത്തെ വോട്ടും അതിനനുസരിച്ചിട്ടായിരിക്കും. ഞങ്ങൾ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി UDFും LDFും തമ്മിൽ മത്സരിക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനം വിജയം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ. 5 അക്ക ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിക്കും. അത് 10,000-ൽ കൂടുതൽ വോട്ടിന് ഞങ്ങൾ ഇത്തവണ വിജയിക്കും. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, വിധിയെഴുത്ത് അതിന്റെ 3-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. വലിയ ആവേശത്തിൽ തന്നെയാണ് പാലക്കാട്. ഉപതെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒരു മാറ്റത്തിനായുള്ള വോട്ട് എന്നുള്ള രീതിയിലാണ് പലരും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് അവിടെ നിന്നുള്ളൊരു പ്രതികരണം? വീണ, ഇപ്പോൾ 14.26% പോളിംഗ് ആണ് ഇപ്പോൾ ഈ 10 മണിക്ക് ഏറ്റവും പുതുതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. രാവിലെ തന്നെ ഈ 14.26% പോളിംഗ് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും എല്ലായിടത്തും നല്ല വോട്ടർമാരുടെ നല്ല നീണ്ട നിര തന്നെ കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നഗരത്തിൽ പറക്കുന്നത്തെ 34-35 ബൂത്തുകളിലാണ്. ഈ 2 ബൂത്തുകളിലും മികച്ച പ്രതികരണമാണ്, വോട്ടർമാരുടെ മികച്ച തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ, സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എല്ലായിടത്തും സമാന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യം മുതൽ തന്നെ കണ്ട ആ ഒരു വീറും വാശിയും ആവേശവും ഒക്കെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നു. ആളുകൾ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 180 ബൂത്തുകളും 4 ഓക്സിലറി ബൂത്തുകളും ഉൾപ്പെടെ 184 ബൂത്തുകളിലും ഇപ്പോൾ പോളിംഗ് നടപടികൾ സുഗമമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഈ പോളിംഗ് ആരംഭിച്ച് 3 മണിക്കൂർ ആവുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരിടത്തും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. തുടക്കത്തിൽ 1-2 ബൂത്തുകളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ പരിഹരിക്കുകയും ചെയ്തു. ശരി അരുൺ, ദയവായി തുടരുക. അരുണിലേക്ക് ഞാൻ എത്താം. ഇപ്പോൾ ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഇപ്പോൾ ഏത് ബൂത്തിലാണ് ഗോകുൽ നിൽക്കുന്നത്? അവിടെ എങ്ങനെയാണ് വോട്ടെടുപ്പ് നിലവിൽ നടക്കുന്നത്? ഞാനിപ്പോൾ 88-89 ബൂത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ പോളിംഗ് എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വോട്ടർമാർ അല്ലെങ്കിൽ ബൂത്ത് ഒരു കാലിയാവുന്ന സാഹചര്യമൊന്നുമില്ല. എല്ലാ സമയത്തും ഇവിടെ കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു. രാവിലെ മുതൽ നീണ്ട നിരയാണ്. 88-ാമത്തെ ബൂത്തിൽ നീണ്ട നിര ഉണ്ടായിരുന്നു. 89-ൽ കാര്യമായ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പോളിംഗ് എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 14% മൊത്തത്തിൽ പോളിംഗ് എത്തുന്ന സമയത്ത് എല്ലാ ബൂത്തുകളിലും വോട്ടർമാർ വന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാ ആളുകളും പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി കാണുന്നത്. 10 മണിയോട് അടുക്കുമ്പോൾ തന്നെ ഈ വെയിലുദിക്കുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്തു പോകാനുള്ള ഒരു താല്പര്യമാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നതെന്നാണ് നമ്മൾ രാവിലെ മുതൽ പലരുടെയും അഭിപ്രായം തേടുന്ന സമയത്ത് മനസ്സിലാവുന്നത്. 88-ാമത്തെ ബൂത്തിലായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സാങ്കേതിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത്. പരിഹരിക്കപ്പെട്ടു. പിന്നീട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ സജീവമായി തന്നെ പങ്കെടുക്കുന്നു. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 84-85% പോളിംഗ് രേഖപ്പെടുത്തിയൊരു ബൂത്താണിത്. നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബൂത്താണ്. LDF സ്ഥാനാർത്ഥി സരിന്റെ ബൂത്ത് കൂടിയായിരുന്നു. അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയ സമയത്തായിരുന്നു പോളിംഗ് മെഷീൻ ഒരു തകരാറ് സംഭവിക്കുകയും പിന്നീട് അദ്ദേഹം വോട്ട് ചെയ്യാതെ മടങ്ങുകയൊക്കെ ചെയ്ത്. അദ്ദേഹം ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വരിക എന്നാണ് അറിയാൻ സാധിച്ചത്. പ്രായഭേദമന്യുള്ള ആളുകളൊക്കെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പായിട്ട് പോലും ആരും വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ച ഈ രാവിലെ കാണാൻ സാധിക്കുന്നില്ല. തുടക്കത്തിൽ സ്വാഭാവികമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാവിലെ വലിയ രീതിയിൽ പോളിംഗ് ബൂത്തിന് മുമ്പിൽ ക്യൂകളൊക്കെ ഉണ്ടാവും. കാരണം വെയിലുദിക്കുന്നതിന് മുമ്പ് വോട്ട് ചെയ്ത് പോവുക, അതോടൊപ്പം തന്നെ വോട്ട് ചെയ്തതിന് ശേഷം ജോലിക്കായി പോവുക, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുടെ ആളുകൾ എല്ലാം രാവിലെ വന്ന് വോട്ട് ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 10 മണിയോട് അടുക്കുമ്പോഴും പോളിംഗ് ബൂത്തിന് മുമ്പിൽ ആളുകളുടെ ഒരു ക്യൂ ഉണ്ട്. 88-ാമത്തെ ബൂത്തിലായിരുന്നു നമ്മളിപ്പോൾ. ഇതിന്റെ നേരെ
ഓപ്പോസിറ്റ് ആണ് ഈ കാണുന്നതാണ് 89ാമത്തെ ബൂത്ത്. ഇവിടെ രാവിലെ തൊട്ടേ ശുഷ്കമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആളുകൾ വളരെ കുറവായിരുന്നു. വരുന്ന ആളുകൾക്ക് വോട്ട് ചെയ്ത് അന്നേരം തന്നെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് 89ാമത്തെ ബൂത്തിലുള്ളത്. ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ 2 ബൂത്തുകളാണ്. 2 ബൂത്തിൽ ഒന്നിൽ താരതമ്യേന ആളുകളുണ്ട്. 10-15 ആളുകളൊക്കെ ക്യൂ നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. മറ്റേ ബൂത്തിൽ ആളുകൾ താരതമ്യേനയൊക്കെ കുറവാണ്. നമുക്ക് ഇവരുടെ തന്നെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് പോവാം. ചേട്ടാ, നേരത്തെ വന്നാണോ? ഇല്ല, ഇപ്പൊ വന്നുള്ളൂ. എവിടെ വീട്? എവിടെയാ? വീട് ഇവിടെ അടുത്ത് തന്നെ. അടുത്ത് തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് വോട്ട് ചെയ്യാൻ ഒരു വിഷമമൊക്കെ ഉണ്ടോ? ഒരു വിഷമവുമില്ല, വളരെ സന്തോഷം തന്നെയാണ്. സന്തോഷമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് എന്തായാലും വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? അതെ, മിസ്സാക്കാൻ പാടില്ല. എത്ര വയസ്സായി പറയാൻ പാടില്ലേ? 63. എത്ര വോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ 63? കുറെ ചെയ്തിട്ടുണ്ടാവും. അത് പേരെന്താ? അക്ഷയ്. അക്ഷയ് ആദ്യ വോട്ടറാണോ? ഫസ്റ്റ്. എത്ര? 18 വയസ്സായി. എത്ര വയസ്സ്? 19 വയസ്സായി. എന്ത് തോന്നുന്നു? ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? അതെ. ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ലേ? അതെ. പേരെന്താ? അഖിൽ. ഓക്കെ. അങ്ങനെ എല്ലാ ആളുകളും, അതായത് 2500ഓളം പുതിയ വോട്ടുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 2400-ലധികം വോട്ടുകൾ, 2455 വോട്ടുകളാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്രയോളം വോട്ടുകൾ ഇത്തവണ പുതിയതായി കന്നി വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽപ്പെട്ട ആളുകളൊക്കെ എത്തുന്നു എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷതയായി കാണുന്നത്. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ വയനാടൊക്കെ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 മണിയാകുമ്പോഴേക്കും 14% വോട്ടുകൾ മൊത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട്. പ്രായഭേദമന്യേ മുതിർന്ന ആളുകളൊക്കെ വന്ന് വോട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ പോയി. ഓപ്പൺ വോട്ടുകൾ ചിലതെങ്കിലും ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. യുവതലമുറയിൽപ്പെട്ട ആളുകളൊക്കെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്നു. എല്ലാവരും ക്യൂ നിന്ന് വോട്ട് ചെയ്ത് സാവധാനത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ 88ാമത്തെ ബൂത്താണ്. ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിലാണ് ഉള്ളത്. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ചയായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. എങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു എന്നതൊക്കെ ചർച്ചയായിരുന്നു. പിന്നീട് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളമാകെ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ കഴിഞ്ഞൊരു മാസം പാലക്കാട് നിന്നുള്ളതായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഒരു കൂട്ടം ആളുകളെ സ്വാധീനിക്കും. അതോടൊപ്പം നിഷ്പക്ഷ വോട്ടുകളൊക്കെ ഉണ്ട്. നിഷ്പക്ഷ വോട്ടുകളൊക്കെ വളരെ നിർണായകമായ ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. കാരണം കഴിഞ്ഞ തവണ മെട്രോമാൻ ഈ ശ്രീധരനൊക്കെ മത്സരിച്ച സമയത്ത് അതിനു മുൻപ് ഷാഫി പറമ്പിൽ ജയിച്ച ഭൂരിപക്ഷത്തെ വലിയ രീതിയിൽ ഇടിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2016 ഷാഫി പറമ്പിൽ 16,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ കഴിഞ്ഞ തവണ അത് കേവലം 3,859 എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അതൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് എന്നൊരു ആത്മവിശ്വാസം BJP ഒക്കെ പങ്കുവെക്കുന്നു. അതേസമയം UDF മണ്ഡലം നിലനിർത്തുമെന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ LDF സ്ഥാനാർത്ഥിനെ ഉണ്ട്. രാവിലെയും എല്ലാ ആളുകളും ആത്മവിശ്വാസം പങ്കുവെക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞത് BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ശക്തമായൊരു മത്സരം ഉപതെരഞ്ഞെടുപ്പ് 3 മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വയനാടും പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഈ എല്ലാവരുടെയും ശ്രദ്ധ പാലക്കാടേക്ക് തന്നെയായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. ശക്തമായ മത്സരമാണ്. BJPക്ക് വളരെയധികം സ്വാധീനമുള്ള അവരുടെ A ക്ലാസ് മണ്ഡലത്തിൽ പെടുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മെട്രോമാൻ ഈ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കി അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന ഒരു കാഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയായിരുന്നു NDA ക്യാമ്പിൽ നിന്ന് ഉണ്ടായിരുന്നത്. ആത്മവിശ്വാസം, വോട്ടാകുമെന്നും വിജയിക്കുമെന്നും ഒക്കെ BJP പറയുന്നു. ഇപ്പോഴും ആളുകളൊക്കെ ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ആരും മാറി നിൽക്കുന്നില്ല. പ്രായമായ ആളുകളെയൊക്കെ അവരുടെ കൂടെയുള്ള ആളുകൾ വന്ന് വോട്ട് ചെയ്യിപ്പിച്ച് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഓപ്പൺ വോട്ടുകളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട്. ഇവിടെ ഹോം വോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഹോം വോട്ട് ചെയ്ത സമയത്ത് ഏകദേശം 80%, 75-80% ആളുകൾ, അതായത് പ്രായം കൂടുതലുള്ള ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റാത്ത, നടക്കാൻ സാധിക്കാത്ത ആളുകളുടെയൊക്കെ വോട്ടുകൾ 80%-ലധികം ഇതിനു മുമ്പ് തന്നെ വീടുകളിൽ പോയി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകളുടെയെങ്കിലുമൊക്കെ ഓപ്പൺ വോട്ടായിട്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ എല്ലാ ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പായിട്ട് പോലും മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത. കഴിഞ്ഞ തവണ 75.44% പാലക്കാട് മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ട വോട്ട്. 1,40,40,000-42,000-ഓളം വോട്ടുകൾ കഴിഞ്ഞ തവണ 2021 പോൾ ചെയ്യപ്പെട്ടിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ സാധാരണ ഒരു വോട്ട് കുറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അത് ഏത് രീതിയിലാണ് പാലക്കാട് പ്രതിഫലിക്കുക എന്നുള്ളത് അറിയില്ല. കാരണം മറ്റു ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും മറ്റു തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും പാലക്കാടെ സാഹചര്യം വളരെ വ്യത്യാസമായിരുന്നു. ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. തീപാറുന്ന പോരാട്ടമാണ്. മുന്നണികളൊക്കെ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം.
സി കൃഷ്ണകുമാർ തുടർച്ചയായിട്ട് മൂന്നാം തവണ ഇവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ലോക്സഭയിലേക്കും അദ്ദേഹം മത്സരിച്ചിരുന്നു. പാലക്കാട് ലോക്സഭയിലേക്ക് മത്സരിച്ച സമയത്ത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗം തന്നെയാണ് നിയമസഭയും. ഇവിടെ നിന്നൊക്കെ വലിയ രീതിയിലുള്ള വോട്ട് കരസ്ഥമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റി 3 പഞ്ചായത്തുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ പാലക്കാട് അസംബ്ലി എന്ന് പറയുന്നത്. മുനിസിപ്പാലിറ്റിയും പിരായിരി, കണ്ണാടി, മാത്തൂർ എന്നീ 3 പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് ഈ പാലക്കാട് അസംബ്ലി. മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 2 തവണയായിട്ട് BJP ഭരിക്കുന്നു. പിരായിരി പഞ്ചായത്ത് UDFന്റെ കയ്യിലാണ്, കണ്ണാടി LDFന്റെ കയ്യിലാണ്, മാത്തൂർ UDFന്റെ കയ്യിലാണ്. ഇങ്ങനെ ഈ മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ ഒരു അപ്രമാദിത്വമുണ്ട്. പിരായിരിയിലേക്ക് പോകുമ്പോൾ UDF ആയിരുന്നു കഴിഞ്ഞ തവണയൊക്കെ അവിടെ ലീഡ് ചെയ്തത്. ഇവിടങ്ങളിലൊക്കെ ഏത് രീതിയിലായിരിക്കും ഇത്തവണ ജനങ്ങൾ വോട്ട് ചെയ്യപ്പെടുക, പോൾ ചെയ്യപ്പെടുക എന്നതിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും എന്തായാലും ഇത്തവണത്തെ വിജയം നിശ്ചയിക്കപ്പെടുക. കഴിഞ്ഞ തവണ 2021 ഈ ശ്രീധരൻ മത്സര സമയത്ത് 6000-ലധികം വോട്ടിന്റെ ലീഡ് മുനിസിപ്പാലിറ്റിയിൽ BJP നേടിയിരുന്നു. അതിനെ UDF മറികടന്നത് പിരായിരി പഞ്ചായത്തിലെ വോട്ടുകൾ കൊണ്ടാണ്. അത്രത്തോളം വോട്ടുകളും UDF അവിടെ നേടി. അതുകൊണ്ട് ഇത്തവണ BJP അവിടെ പിരായിരി പഞ്ചായത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു എന്നാണ് NDA സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഒക്കെ പറഞ്ഞത്. അത്തരത്തിലുള്ള ആത്മവിശ്വാസം അവർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. കണ്ണാടിയിലാണ് LDF ഭരിക്കുന്നത്. കണ്ണാടി പഞ്ചായത്ത് LDF ഭരിക്കുകയാണെങ്കിൽ അവിടെ 3 മുന്നണികളും സമാസമം ഏകദേശം 6000-ത്തിനടുത്ത് കേന്ദ്രീകരിച്ച് 3 മുന്നണികൾക്കും വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ണാടിയിൽ ഉണ്ടായിരുന്നത്. മാത്തൂരിലായാലും UDF ലീഡ് ഉണ്ടെങ്കിലും അവിടെയും ഒപ്പത്തിനൊപ്പം വരുന്നതാണ്. കഴിഞ്ഞ തവണത്തെ വിധി നിർണ്ണയിച്ചത് അല്ലെങ്കിൽ മുന്നണികൾക്ക് ലീഡ് നൽകുന്നത് കഴിഞ്ഞ തവണ NDAക്ക് ലീഡ് നൽകിയത് പാലക്കാട് മുനിസിപ്പാലിറ്റിയും UDFന് ലീഡ് നൽകിയത് പിരായിരി പഞ്ചായത്തുമായിരുന്നു. ഈ 2 സ്ഥലങ്ങളിലായിരിക്കും വോട്ടുകളുടെ ലീഡ് നില കഴിഞ്ഞ തവണ മാറി മാറി വന്നത്. ഇത്തവണ ഏത് രീതിയിലായിരിക്കുമെന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ 3 ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരും. പോളിംഗ് ശതമാനം കൂടുമോ എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് ആർക്ക് ഗുണകരമാകും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്.